തത്വമസിയിൽ ഗായത്രി ധ്യാനത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ വാരങ്ങളിൽ പറഞ്ഞിരുന്നത്. ബുദ്ധി വികാസത്തിനും ഓർമ്മശക്തിക്കും വളരെയേറെ സഹായകമായ ഗായത്രി ധ്യാനം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഈ വാരം മനസ്സിലാക്കാം. ഗായം ത്രായതി ഇതി ഗായത്രി എന്നാണ് ഈ മന്ത്രത്തിന് നൽകിയിരിക്കുന്നതായ നിർവചനം. ആരാണോ ജപിക്കുന്നത് അവരെ രക്ഷിക്കുന്നതാണ് ഗായത്രി മന്ത്രം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഗായത്രി മന്ത്രത്തിലെ ദേവത സവിതാവ് അഥവാ സൂര്യനും ഋഷി വിശ്വാമിത്രനുമാണ്. ഗായത്രിയെ ദേവിയായി കണ്ട് ആരാധിക്കുന്നവരും ധാരാളമുണ്ട്. ഗായത്രി ധ്യാനത്തിന് മുൻപിലായിട്ട് സ്വസ്ഥമായൊരു ആസനം, പ്രാണായാമം എന്നിവയെല്ലാം തന്നെ മനസ്സിലാക്കിയിരിക്കണം. അതിനെക്കുറിച്ചെല്ലാം തന്നെ കഴിഞ്ഞ വാരങ്ങളിലെല്ലാം തന്നെ പ്രതിപാദിച്ചിരുന്നു. ആദ്യം ഗായത്രി ധ്യാനം തുടങ്ങുന്നതിന് മുൻപിലായിട്ട് ആദ്യം സ്വസ്ഥമായിരിക്കുന്നൊരു ആസനത്തിലിരുന്ന് കണ്ണുകൾ അടച്ചിരിക്കണം. അതിനുശേഷം ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ട് ഗായത്രി മന്ത്രം ഉറക്കെ ജപിക്കാം. മന്ത്രത്തിൻ്റെ ഉച്ചാരണം വളരെ പ്രധാനമാണ്. ഓംകാരം അനാഹത സ്ഥാനത്തു നിന്ന് തന്നെ ഉച്ചരിക്കണം. ഉറക്കെയുള്ള മന്ത്രജപത്തിലൂടെ ഏകാഗ്രത കൈവന്നു കഴിഞ്ഞാൽ മന്ത്രജപം മെല്ലെ പതുക്കെയാക്കാവുന്നതാണ്. അതിൽ നിന്നും ഗായത്രി ധ്യാനത്തിലേക്കുള്ളതായിരിക്കുന്ന മാനസിക യാത്രയും സാധനയും ആരംഭിക്കുന്നു. ഗായത്രി ധ്യാനം വിവിധ തലങ്ങളിൽ അഭ്യസിക്കാവുന്നതാണ്. ധ്യാനത്തിൻ്റെ ശരിയായ സങ്കല്പവും മനസ്സിൽ സത്വരജസ് തമോ ഗുണങ്ങളുടെ അനുപാതവുമൊക്കെ തന്നെ മനസ്സിലാക്കി ഉചിതമായിരിക്കുന്നൊരു ധ്യാനമാർഗം ഉപദേശിക്കുവാൻ ഒരു സൽഗുരുവിൻ്റെ ഉപദേശം കൂടിയേ സാധിക്കൂ. അല്ല എങ്കിൽ തുടക്കത്തിലുള്ളതായിരിക്കുന്ന ഒരു ആവേശം ഒന്ന് കഴിഞ്ഞാൽ ധ്യാനമാർഗം വിരസമായും ധ്യാനം എന്നത് ഉറക്കമായും പരിണമിക്കും. ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നതായ വ്യക്തികൾ ഗായത്രിയുടെ ബീജമന്ത്രത്തിലുള്ളതായിരിക്കുന്ന സപ്തബോധതലങ്ങളെ ഉപാസിക്കേണ്ടതാകുന്നു. വിദ്യാർത്ഥികൾക്ക് 10 മിനിറ്റ് സമയം മാത്രം നീണ്ടു നിൽക്കുന്ന ലഘുവായ സാധനയുമുണ്ട്. എല്ലാ മതസ്ഥർക്കും ഗായത്രി ധ്യാനം പരിശീലിക്കാവുന്നതാണ്. ഗായത്രി ധ്യാനം ഹിപ്പോകാമ്പസിനെയും ന്യൂറോണുകളെയും ചൈതന്യവത്താക്കുന്നതിനാലാണ് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കുന്നത്. വേദ പണ്ഡിതന്മാരുടേതായിരിക്കുന്ന അസാധാരണമായിരിക്കുന്ന ഓർമ്മശക്തിയുടെ പ്രധാന കാരണം എന്നുള്ളത് തന്നെ ഗായത്രി മന്ത്രോപാസനയാണ്. ചെറുപ്പം മുതൽ തന്നെ അവർ ഗായത്രി ധ്യാനം അഭ്യസിക്കുന്നു. ധ്യാനത്തിലൂടെ DHEA പോലുള്ളതായിരിക്കുന്ന ഹോർമോണുകൾ പുനരുൽപ്പാദിക്കപ്പെടുന്നതായും അത് പ്രായമായ വ്യക്തികളിൽ ഓജസ്സും ശക്തിയും പ്രദാനം ചെയ്യുന്നതായും പരീക്ഷണങ്ങളിലൂടെ തെളിഞ്ഞിട്ടുണ്ട്. ഗായത്രി സാധനയിലൂടെ ലഭിക്കുന്ന സാത്വികമായ ഊർജം തമോ ഗുണത്തെ നശിപ്പിച്ച് അലസത മാറ്റുന്നു. അതുകൊണ്ട് തന്നെ ഓർമ്മശക്തിയുടെയും ബുദ്ധിശക്തിയുടെയും വഴികൾ സുതാര്യമാക്കുവാൻ നമുക്കേവർക്കും തന്നെ ഗായത്രിയുടെ നിഗൂഢ ശക്തി പ്രയോജനപ്പെടുത്താം.